শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। ബംഗാൾ നിയമസഭയിൽ നിന്നും മുസ്ലിം ജനപ്രതിനിധികളെ പുറത്താക്കണമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചയാൾ, കൈക്കൂലി കേസിൽ തെളിവ് സഹിതം പിടിക്കപ്പെട്ടയാൾ, മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത് തൃണമൂലിന് വേണ്ടിയാണെന്നും അതുകൊണ്ട് താൻ ഹിന്ദുക്കൾക്കായി മാത്രം പ്രവർത്തിക്കുമെന്നും പറഞ്ഞയാൾ, അതെ അയാൾ തന്നെ ബംഗാൾ CM സുവേന്ദു അധികാരി. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി കസേരയിൽ BJP അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ജെയിൻ കില്ലറെയാണ് കേട്ടോ. ഇത് വെറുമൊരു അധികാര കൈമാറ്റമല്ല, മറിച്ച് മതേതര ബംഗാളിന്റെ ചരമഗീതം തന്നെയാണ്. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വിശ്വസ്തനായ പോരാളിയായിരുന്നു സുവേന്ദു. നന്ദിഗ്രാമിലെ തെരുവുകളിൽ തൃണമൂലിനായി ചോര ചീന്തിയവൻ. നന്ദിഗ്രാമിൽ CPM സർക്കാർ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കായി ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചതാണ് സ്വന്തം നാട്ടിൽ സുവേന്ദുവിന്റെ ഉയർച്ചയ്ക്ക് കാരണമായത്. CPMനെതിരെയുള്ള സമരത്തെ താഴെത്തട്ടിൽ നിന്ന് നയിച്ചത് സുവേന്ദുവായിരുന്നു. സർക്കാരിനെതിരെ കലാപം നയിക്കാൻ സുവേന്ദു മാവോയിസ്റ്റുകൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്തുവെന്ന് പോലും CPMന്റെ പോലീസ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി പിടിമുറുക്കിയതോടെയാണ് സുവേന്ദു പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നത്. ശാരദാ ചിട്ടി കേസിൽ CBI ചോദ്യം ചെയ്തതും നാരദ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയതും സുവേന്ദുവിന്റെ BJP പ്രവേശനം കൂടുതൽ വേഗത്തിലാക്കി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേട്ടോ സുവേന്ദു BJPയിൽ ചേരുന്നത്. തിരഞ്ഞെടുപ്പിൽ സുവേന്ദുവിനെ തോൽപ്പിക്കാൻ മമത നന്ദിഗ്രാമത്തിലെത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. BJPയിൽ പുതുമുഖമായിരുന്നുവെങ്കിലും മമതയെ തോൽപ്പിച്ച് ഹീറോയായ സുവേന്ദുവിനെ പ്രതിപക്ഷ നേതാവാക്കി അന്ന് BJP. 3 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP 77 സീറ്റിലേക്ക് കുതിച്ചത് ആ തിരഞ്ഞെടുപ്പിലായിരുന്നു. 5 വർഷത്തിനുപ്പുറം സുവേന്ദുവിന്റെ നേതൃത്വത്തിൽ BJP 207 സീറ്റിലേക്കും സുവേന്ദു മുഖ്യമന്ത്രി കസേരയിലേക്കും കുതിച്ചുയരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ചെറുത്തുനിന്നായിരുന്നു സുവേന്ദുവിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. യാത്ര ചെയ്യാൻ ബുള്ളറ്റ് പ്രൂഫ് കാർ, സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരെക്കാൾ കൂടിയ Z+ സുരക്ഷയാണ് സുവേന്ദുവിന് കേന്ദ്രം നൽകി പോന്നത്. ജയ് ബംഗ്ല വിളിക്കുന്ന തൃണമൂലിന്റെ പ്രവർത്തകർക്ക് നേരെ ജയ് ശ്രീറാം വിളിച്ച് കൊമ്പ് കോർക്കാൻ ബംഗാളിലെ BJP പ്രവർത്തകർക്ക് കരുത്തു പകർന്നത് സുവേന്ദു എന്ന വിദ്വേഷ രാഷ്ട്രീയ പ്രചാരകനായിരുന്നു. 70% വരുന്ന ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ച് സുവേന്ദു നടത്തിയ ഓരോ നീക്കവും ബംഗാളിനെ പിച്ച് ചീന്തുന്നതായിരുന്നു. മെഡിക്കൽ ക്യാമ്പുകളിലെ മരുന്നുകൾ പോലും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് വിളിച്ചു പറഞ്ഞ സുവേന്ദുവിന്റെ രാഷ്ട്രീയ ശൈലിയിൽ ഒരിടത്തും സഹിഷ്ണുതയില്ലായിരുന്നു. അത് അസഹിഷ്ണുതയുടെ പരകോടിയായിരുന്നു. നന്ദിഗ്രാമിലെ മുസ്ലിങ്ങൾ തനിക്ക് വോട്ട് ചെയ്യാത്തതിനാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുകയെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ജനാധിപത്യ ബംഗാളിനെ ഏൽപ്പിച്ചത് ചെറുതൊന്നുമല്ലാത്ത മുറിവാണ്. ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകളുടെ പേരിൽ പലവട്ടം ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് വാങ്ങിയിട്ടും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് അദ്ദേഹം എന്നും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഇന്ന് സുവേന്ദു മുഖ്യമന്ത്രിയാണ്. അധികാരത്തിലേക്കുള്ള സുവേന്ദുവിന്റെ വഴിയിൽ ആക്രമണത്തിന്റെ പാടുകളുണ്ട്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ സ്വന്തം സഹായി കൊല്ലപ്പെട്ടത് ബംഗാൾ നേരിടാൻ പോകുന്ന ഭീകരമായ നാളുകളുടെ സൂചന തന്നെയാണ്. പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന വിദ്വേഷം വിതയ്ക്കുന്ന ഒരു നേതാവ് ബംഗാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ബംഗാളിന്റെ അവസ്ഥ എന്തായാലും നന്നായിരിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.